ഹായ് ഹലോ. അപ്പം ഞങ്ങളിപ്പോൾ ഒരു സ്ഥലം വരെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഫുട്ടേജ് ഞാൻ എടുത്ത ഡിസംബർ 22 ആണ്. 25 അവസാനിക്കുന്നതിന് മുന്നേ എൻ്റെ ലൈഫിൽ വന്ന ഒരു വലിയൊരു സന്തോഷമാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഞാൻ ഓൾറെഡി പറഞ്ഞു 2 വിശേഷങ്ങളുണ്ട് പറയാനായിട്ട്. അതിൽ ഓൾറെഡി ഒരു വിശേഷം ഷെയർ ചെയ്തു നിങ്ങളുമായിട്ട്. ഞങ്ങളൊരു പുതിയതായിട്ടൊരു ബിസിനസ്, ഒരു ഫുഡ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത കാര്യം. സെക്കൻഡ് വിശേഷമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. യെസ്, അങ്ങനെ അത് സംഭവിച്ചിരിക്കുന്നു ഗൈസ്. ഞങ്ങൾ വീണ്ടും ഒരു പപ്പിയെ കൂടെ എടുത്തു. ഒരു ഷീസു ഫീമെയിലിനെ കൂടെ ഞങ്ങൾ എടുത്തായിരുന്നു. പെട്ടെന്ന് എടുത്ത ഒരു തീരുമാനമാണ് ഒരു ഫീമെയിൽ ഷീസുവിനെ കൂടെ എടുക്കാനുള്ള ഒരു ഡിസിഷൻ. ഞങ്ങളുടെ ലൈഫിലെല്ലാം അങ്ങനെ തന്നെയാണ്. ഞങ്ങൾ പെട്ടെന്ന് എന്താ പറയുക, അങ്ങ് ഓക്കെ അതങ്ങനെ ചെയ്യാം എന്ന് തീരുമാനങ്ങൾ എടുക്കും. അതിൻ്റെ പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആണെങ്കിലും ഞങ്ങൾ ധൈര്യത്തോടെ രണ്ടുപേരും അത് ഫേസ് ചെയ്യുന്ന കൂട്ടത്തിലാണ്. ഒരു ഐഡിയ ഇല്ല, ഈ തിരക്കിനിടയിൽ ഒരു കുഞ്ഞു പപ്പിയെ കൂടെ നമ്മൾ എടുത്തിട്ടുണ്ട്. നമുക്ക് എങ്ങനെയാണ് ഇതൊക്കെ മാനേജ് ചെയ്യാൻ പറ്റുന്നതെന്ന് യാതൊരു ഐഡിയ ഇല്ല. പക്ഷേ ഞങ്ങളുടെ മനസ്സിൽ അങ്ങനെ തോന്നി, ഒരു പപ്പിയെ കൂടെ എടുക്കണമെന്ന് തോന്നി, അങ്ങനെ എടുത്തതാണ്. ടെൻഷൻ പാപ്പുവിൻ്റെ റിയാക്ഷൻ എന്താണെന്നുള്ളതാണ് നീ നോക്കുന്നത്. ഇതാണ് നമ്മുടെ പുതിയ ന്യൂ മെമ്പർ. എന്താണ്? അറിഞ്ഞില്ല കേട്ടോ, അറിഞ്ഞില്ല. പാപ്പു അറിഞ്ഞിട്ടില്ല സംഭവം, ആളെ കൊണ്ടുവന്നത്. നോക്കട്ടെ എന്താണെന്ന് നോക്കാം. മണം പിടിക്കുന്നു കേട്ടോ. എന്താണ്? ആരാണ് 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 പാപ്പു? ആരാണ്? ഗുഡ് ബോയ്, ഗുഡ് ബോയ്, ഗുഡ് ബോയ്, ഗുഡ് ബോയ് ആണ്, ഗുഡ് ബോയ് ആണ് പാപ്പു. ഹൈ 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 ഹൈ. അതോ ബാ ബാ പാപ്പു ബാ. പാപ്പു ആരാണ്? ആരാണ് ചക്കരെ? ഗുഡ് ബോയ് ആണോ പാപ്പു? റോക്കറ്റ് ആരാണ്? 35 ദിവസം തികയാത്ത കുഞ്ഞാണ് ഞങ്ങളുടെ കയ്യിലിരിക്കുന്നത്. നവംബർ 18 കുഞ്ഞ് ജനിക്കുന്നത്. ഞാൻ ഈ കുഞ്ഞെന്നൊക്കെ ഇങ്ങനെ പറയണല്ലോ. കുഞ്ഞിന് പേരൊക്കെ ഞങ്ങൾ ഇട്ടായിരുന്നു. കുഞ്ഞിന്റെ പേര് വന്നിട്ട് സ്കൈ എന്നാണ്. SKY, സ്കൈ, ആകാശം. അതങ്ങനെ ഇടാനുള്ള കാരണം എന്ന് പറയുന്നത് പാപ്പുവിന്റെ ഒഫീഷ്യൽ നെയിം വന്നിട്ട് റോക്കറ്റ് എന്നല്ലേ, യോജിച്ച് പോകുന്ന രീതിയിലാണ് ഞങ്ങൾ സ്കൈ എന്നുള്ള പേരിട്ടത്. എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു കൊണ്ടുവരുന്ന സമയത്ത്. കാരണം പാപ്പു കുറച്ച് പൊസസീവ് ഉള്ള ഒരാളാണ്. പാപ്പു ഇത് അക്സെപ്റ്റ് ചെയ്യോ ഇല്ലേ എന്നുള്ളത് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ പാപ്പു കുഞ്ഞിൻ്റെ അടുത്തുനിന്ന് മാറുന്നേ ഇല്ല. പിറ്റേ ദിവസം ഞങ്ങൾ പാപ്പുവിനെ മുടി വെട്ടാനായിട്ട് കൊണ്ടുപോയി. അപ്പം ക്രിസ്മസ് ഒക്കെ വരണല്ലേ, അപ്പം പാപ്പുവിനെ മുടിയൊക്കെ വെട്ടി സുന്ദരനാക്കാനുള്ള പരിപാടിയാണ്. പിന്നെ കുഞ്ഞൊക്കെ വന്നതല്ലേ, അപ്പോൾ കുറച്ചുകൂടെ നന്നായിട്ട് മുടിയൊക്കെ വെട്ടി അവന് അപ്പോൾ കുറച്ചുകൂടെ കളിക്കുമ്പോഴൊക്കെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. അപ്പം നമ്മൾ സ്ഥിരം കൊടുക്കുന്ന റോംസാൻ റാക്സിൽ തന്നെ നമ്മൾ ചോട്ടുവിൻ്റെ അടുത്ത് തന്നെ നമ്മൾ കുഞ്ഞിന് ഹെയർ കട്ടിനും കാര്യത്തിനൊക്കെ കൊടുത്തത്. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത് പാപ്പുവിൻ്റെ ടോയ്സ് ഭയങ്കര കെയർ ചെയ്ത് വെക്കുന്ന ഒരാളാണ്. അവന് ടോയ്സ് വേറെ ആർക്കും ഷെയർ ചെയ്യുന്നൊന്നും ഇഷ്ടമല്ല. പക്ഷെ സത്യം പറയാലോ, കുഞ്ഞിന് അവൻ്റെ ടോയ്സും ഫുഡായാലും എല്ലാം അവർ പ്രയോറിറ്റി എന്ന് പറഞ്ഞ കുഞ്ഞാണ്. ഇപ്പം നിലവിൽ കുഞ്ഞ് കഴിച്ചിട്ടേ ഇവൻ കഴിക്കുകയുള്ളൂ. ചിക്കനും മീനൊന്നും ഇപ്പോൾ ഇവൻ കഴിക്കുന്നേ ഇല്ല. പാപ്പു കുഞ്ഞ് എന്ത് ഫുഡ് കഴിക്കുന്നോ അതാണ് ഇവനും ഇപ്പോൾ കഴിക്കുന്നത്. എനിക്കറിഞ്ഞൂടെ ദൈവമേ, ഇത് എന്താ പറയുക, ചക്കര ഇടയും പോലെ ഇരിക്കുന്നു. ഇങ്ങനെ തന്നെ ആവുമെന്ന് എനിക്കറിയില്ല, മാറുമെന്നും ഒരു ഡൗട്ടുണ്ട്. പക്ഷെ നിലവിൽ രണ്ടുപേരും ചക്കര അടയും പോലെ തന്നെ ഇരിക്കുന്ന. അവൻ്റെ ബെഡ് വരെ അവൻ കുഞ്ഞിന് വിട്ടുകൊടുത്ത് അവൻ തറയിലാണ് കിടക്കുന്നത്. ചില സമയത്ത് നോക്കുമ്പോൾ രണ്ടുപേരും ഒരുമിച്ച് ബെഡിൽ കിടക്കണതാണ്. ചിലപ്പം കുഞ്ഞ് മുകളിൽ ബെഡിൽ കിടക്കും, ഇവൻ താഴെ കിടക്കും. ഇത്ര പാസം ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. എനിക്ക് നല്ല ടെൻഷനായിരുന്നു. ഞാനിങ്ങനെ വിചാരിക്കുകയും ചെയ്തു, ദൈവം ഇത് സെറ്റായില്ലെങ്കിൽ എന്ത് ചെയ്യും. ഞാൻ പറഞ്ഞല്ലോ, ഒരു ഡിസിഷൻ എടുത്ത് നമ്മളിപ്പം അതിൻ്റെ വരായികൾ എന്തായാലും ഞങ്ങൾ ഫേസ് ചെയ്യും. പക്ഷേ ഞങ്ങൾ വിചാരിച്ചതിനേക്കാളും കുറെ കൂടി ഈസിയായി കാര്യങ്ങളൊക്കെ. ഇന്ന് രാവിലെ പുറത്ത് കളിക്കാൻ വേണ്ടി വിട്ടപ്പം കണ്ട കുഞ്ഞിപ്പോൾ ദാ ഓടിത്തോടങ്ങി.
തുടങ്ങി. പിന്നെ 45 ദിവസം കഴിഞ്ഞു. ഡോക്ടർ കാർത്തു വന്ന് ആദ്യത്തെ വാക്സിനേഷൻ കൊടുത്തിട്ടുണ്ട് കുഞ്ഞിന്. വീട്ടിൽ വന്ന് തന്നെ എടുക്കുന്നത്. ഇവിടെ കളിയൊക്കെ കണ്ടോണ്ടിരിക്കാൻ നല്ല രസമാണ് കേട്ടോ. സമയം പോണത് അറിയത്തേ ഇല്ല. പിന്നെ ചെറുത് ചട്ടമ്പി ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യണത് കേട്ടോ. നല്ല കുസൃതിയുണ്ട്. എന്നോട് 1-2 പേരെങ്കിലും ചോദിച്ചിട്ടുണ്ടാവും, ഡോഗ്സ് നിങ്ങൾക്കൊരു ബാധ്യതയല്ലേ? ഡോഗ് ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ടൂറിന് പോകാൻ പറ്റുമോ, കറങ്ങാൻ പോകാൻ പറ്റുമോ, സമയത്തിന് അവർക്ക് ഒന്ന് ഫുഡൊക്കെ കൊടുക്കണ്ടേ, ഇതൊക്കെ ഒരു ബാധ്യതയല്ലേ എന്നൊക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ട്. ബാധ്യതയായിട്ട് തോന്നുന്നവർക്ക് ഡോഗ്സ് എന്നും ഒരു ബാധ്യത തന്നെയാണ്. പക്ഷേ റോക്കറ്റ് ആണെങ്കിലും സ്കൈ ആണെങ്കിലും എനിക്ക് അവർ മക്കളാണ്. അതൊരിക്കലും ഒരു ബാധ്യത ആവേയില്ല, ആവാൻ പോകുന്നുമില്ല. എൻ്റെ ലോകം എന്ന് പറയുന്നത് റോക്കറ്റും സ്കൈയും ഇച്ചാനും അടങ്ങുന്ന ഒരു ചെറിയ ലോകമാണ്. എൻ്റെ ഹാപ്പിനെസ്സും അവിടെ തന്നെയാണ്. ഇവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുന്നതാണ് എനിക്ക് ഈ ലോകത്ത് ഏറ്റവും സന്തോഷം തരുന്ന ഒരു കാര്യം. അതൊരിക്കലും ഒരു സാക്രിഫൈ അല്ല. ദാറ്റ്സ് കോൾഡ് ലവ്.